അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള നമ്മളൊക്കെ നമുക്ക് യഥാർത്ഥത്തിൽ ഇല്ല, എന്നിട്ടും നമ്മൾ വാദിക്കാറെന്താണ്, നമുക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യം വേണം, ഒരാളുടെ കീഴിലൊന്നും നിൽക്കാനാവില്ല, അവൻ പറഞ്ഞ് കേൾക്കാനാവില്ല എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. ആ സ്വാതന്ത്ര്യം പടച്ചവനെങ്കിലും ഉണ്ടാകുമെന്ന് ഒരാൾക്ക് തിരിച്ചറിഞ്ഞാൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പ്രപഞ്ചത്തെ പടച്ച് കുടുങ്ങി താങ്ങി നിർത്തണം, അങ്ങനെ കുടുങ്ങി നിൽക്കുന്നവനല്ല അവനെ. ഓൻ തോന്നുകയാണെങ്കിൽ പടക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം, ഒരാളോട് ഒരു മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായതും അത് നിലനിൽക്കുന്നതും അവനെ കൊണ്ടാണ്. പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെ പടച്ചിട്ട് പിന്നെ വേറൊന്ന് പടക്കാൻ പോയി അങ്ങനെ പോകുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് മെയിൻറ്റ് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണെന്ന. അല്ല, ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഓരോ സെക്കൻഡിലും ആ ബൾബിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഇപ്പോൾ എല്ലാ റൂമിൽ ഫുൾ ലൈറ്റ് ആയില്ലേ, എന്നാൽ പിന്നെ സ്വിച്ച് ഓഫ് ആക്കാന്ന്, സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇരുട്ടായി മാറും. അപ്പോൾ ഇതിനെ ഈ ലൈറ്റ് ഈ റൂമിൽ പ്രകാശം നൽകിയതും അതിനിപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ബൾബുകളാണ് എന്ന് ഭൗതികമായി പറയുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഒന്നും കൂടെ വിശദമായ രീതിയിൽ ഖയ്യൂമ് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ തൗഖുദുഹു സിനത്തും വലാ നൗം, ഒന്നും ഉറങ്ങുക പോലും ചെയ്യൂല. ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും തൂങ്ങി ഉറങ്ങി എന്ന് വെക്കുക. എന്നാൽ അവിടെ പ്രപഞ്ചം ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന പലരും വിചാരിക്കുന്ന, അല്ല, ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പടച്ചു എന്നുള്ളത് കൊണ്ട് അതിനെ താങ്ങി നിർത്തണമെന്നോ, ഒരാൾക്ക് ഒരു കാഴ്ച കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് സ്ഥിരം മരിക്കുവോളം നിലനിർത്തണമെന്നോ, ഒരാൾക്ക് ജീവൻ നൽകി എന്നുള്ളത് കൊണ്ട് അയാളെ കൊല്ലാൻ പാടില്ല എന്നോ, അതൊന്നുമില്ല. അവന് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. അങ്ങനെയായിരിക്കും അവൻ്റെ പൂർണ്ണ അധികാരത്തിലുള്ള വസ്തുവാകുന്ന സമയത്ത് സംഭവിക്കുക എന്നുള്ളതും വളരെ വ്യക്തമാണ്.